Hello everyone. Today we are going to discuss first model question paper of 7th standard English. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ഓണപരീക്ഷയ്ക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളതും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ 25 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ്. അതിലാദ്യം ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവാം. റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ്. കാരണം ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വായിക്കണം. പിന്നെ അറ്റംപ്റ്റ് ഇനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റീസ് 2 to 7. 7 ആക്ടിവിറ്റിയാണ് ടോട്ടലി കൊടുത്തിട്ടുള്ളത്. അതിലേതെങ്കിലും 5 അറ്റംപ്റ്റ് ചെയ്താൽ മതി. ബട്ട് ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. പക്ഷേ ആക്ടിവിറ്റി 1 നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രിഹെൻഷനാണ് 5 മാർക്കിന്. ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ 5 ക്വസ്റ്റ്യൻ്റെ ആൻസറും പാസേജിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞാൽ സ്റ്റോറി സീക്വൻസിങ് ആണ്. എ റോബോട്ട് വിത്ത് വൈറസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇവൻറ്റ്സ് ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുണ്ട്. 5 ഇവൻറ്റ്സ് ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുണ്ട്. ആ 5 ഇവൻറ്റ്സ് കറക്റ്റ് ഓർഡറിൽ ആക്കി എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനാണ്. എ ഡോൾസ് ജേണി ഇൻ ദ സ്റ്റോറി എ ഡോൾസ് ജേണി ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് കാഫ്ക കംഫർട്ട് എ ലിറ്റിൽ ഗേൾ ഹു ലോസ്റ്റ് ഹെർ ഡോൾ. കാഫ്ക ആ ലിറ്റിൽ ഗേളിനെ കംഫർട്ട് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷൻ എഴുതി വെക്കണം. ഇനി ആക്ടിവിറ്റി 4 ആണ് ലെറ്റർ റൈറ്റിംഗ് ആണ്. ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ് എന്ന നമ്മുടെ ചാപ്റ്ററിനകത്തുള്ള ഓഥറിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. UAE വിസിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡിസ്ക്രിപ്ഷൻസ്. അത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് അയക്കുന്നതായിട്ടുള്ള ലെറ്ററാണ് വേണ്ടത്. ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 5 ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിക്കി എ റോബോട്ട് വിത്ത് വൈറസ് എന്ന ചാപ്റ്ററിലെ റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതി വെക്കാനുള്ളതാണ്. ആക്ടിവിറ്റി 6 ഡയറി റൈറ്റിംഗ് ആണ്. ഡോൾസ് ജേണി എന്ന ചാപ്റ്ററിൻ്റെ ലിറ്റിൽ ഗേൾ റിസീവ്സ് എ ലെറ്റർ ഫ്രം ഹർ ലോസ്റ്റ് ഡോൾ. ആ നഷ്ടപ്പെട്ട പാവക്കുട്ടിയിൽ നിന്നും ലിറ്റിൽ ഗേളിന് ഒരു ലെറ്റർ ലഭിക്കുന്നു. ആ ലെറ്റർ ലഭിച്ച ഉടനെ തന്നെ ആ കുട്ടി ഇതിനെക്കുറിച്ചുള്ള അവരുടെ ഫീലിങ്സ് ഡയറിയിൽ എഴുതി വെക്കുന്നതാണ്. ആക്ടിവിറ്റി 7 റീഅറേഞ്ച് ജംബിൾഡ് പാരഗ്രാഫ്. അവിടെ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതായത് ഫോറിൻ ലാൻഡ്സ് എന്ന പോയത്തിലുള്ള കുറച്ച് ഇവൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അത് ഡിസോർഡറിലാണ് തന്നിട്ടുള്ളത്. ഇത് ഓർഡറാക്കി എഴുതുകയാണ് വേണ്ടത്. ഇതിനകത്തുള്ള 7 എണ്ണത്തിലെ 5 ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു പാസേജാണ് തന്നിട്ടുള്ളത്. ആ പാസേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. അങ്ങനെ 5 ആക്ടിവിറ്റീസാണ് എഴുതേണ്ടത്. ടോട്ടൽ മാർക്ക് 25. ഓക്കെ, ഇനി ആൻസർ എന്താ നോക്കാം.